നല്ല ക്രീമി ഓണിയൻ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ജിഞ്ചർ ഗാർലിക് ചിക്കൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓണിയൻ ചിക്കൻ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോംബോ ആണ് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ ഓണിയൻ ഒക്കെ എടുക്കുമല്ലോ, സവാള അതുപോലെ ജിഞ്ചർ ഗാർലിക് ഇതൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് ചിക്കൻ ആണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആണ്. അതിൽ നമ്മൾ എപ്പോഴും ചെയ്യണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് തൈര്, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം. പിന്നെ ഉപ്പും എല്ലാ പൊടികളും നമ്മൾ കറക്റ്റ് കറിയിലേക്ക് വേണ്ട പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇനി ഇതിലോട്ട് പൊടി മസാലപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ പാനിൽ ആ ചിക്കനിലോട്ട് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അതുപോലെ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ ഗ്രീൻ ചില്ലി ഇതെല്ലാം ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. സവാള ഒരു 5 എണ്ണം, മീഡിയം സൈസ് സവാള ഒരു 5 എണ്ണം ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള കേട്ടോ. ഇനി അതെല്ലാം ഇതിനകത്തോട്ട് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെന്തോ ഉള്ളിക്കറിയാണോ എന്ന്. പക്ഷെ ഇല്ല, വെന്ത് വരുമ്പോൾ അത് ശരിയാവും കേട്ടോ. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും അതുപോലെ മല്ലിയില ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്ര മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അത്യാവശ്യം ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആ മസാല പിടിക്കാൻ വേണ്ടിയാട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ സോയാ സോസ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലേക്ക് കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 മണിക്കൂർ, അരമണിക്കൂറെങ്കിലും നമ്മളിത് അടച്ചു വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ നല്ല കോംബോ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ ഇത്. അതുപോലെ വീഡിയോസ് കാണുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. താങ്ക്